MLA-മാരൊക്കെ തന്നെയും ഇനി ലീഗിന്റെ നേതൃപദവികളിൽ വേണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാനത്തെ മുസ്ലിം ലീഗ്. അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ തന്നെയും പാണക്കാട് ശിഹാബ് അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി KPCCയുടെ ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചകൾ നടക്കുന്ന സമയത്തും കെ മുരളീധരൻ കൃത്യമായി പറയുന്നൊരു സ്ഥിതി ഉണ്ടായി. ഇനി ഫുൾ ടൈം പ്രസിഡന്റിനെയാണ് KPCCക്ക് ആവശ്യമെന്ന്. ഇത്തരത്തിൽ UDFന്റെ കക്ഷികളൊക്കെ തന്നെയും സഖ്യകക്ഷികളൊക്കെ തന്നെയും പാർട്ടിയെ പ്രത്യേകം നോക്കാൻ വേണ്ടി ഒരു ഫുൾ ടൈമർ എന്ന രീതിയിൽ പാർട്ടിയെ അവരുടെ സംഘടനയെ ശ്രദ്ധിക്കാൻ വേണ്ടി നേതൃപദവിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. എന്താണ് ഇത്? പ്രധാനമായിട്ടും നമ്മളൊരു പോസിറ്റീവ് വശം ഇതിനുണ്ടെങ്കിൽ തന്നെയും മറ്റൊരു നെഗറ്റീവ് വശവും കൂടെ ഇതിനെ നമുക്ക് കാണേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലിരിക്കുന്ന ആൾ, ഇപ്പോൾ KM ഷാജിയെ പോലുള്ള പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനമൊക്കെ വഹിക്കുന്ന ആളുകൾ ജനപ്രതിനിധികളാണ്. അപ്പോൾ അവർ ഈ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്നും മാറുമ്പോൾ അവിടെ പുതിയ ആളുകൾ വരികയാണ്. എന്നാൽ പരിചയസമ്പന്നരല്ലാത്ത ഒരാളാണ് അവിടെ വരുന്നതെങ്കിൽ പാർട്ടി എടുക്കുന്ന മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനവും ഈ ജനപ്രതിനിധികൾ എടുക്കുന്ന തീരുമാനവും തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ ഗ്രൂപ്പ് തർക്കങ്ങളിലേക്കും പാർട്ടിയാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറയുന്നതാണ് നിലപാട്, അപ്പോൾ അവിടെ അദ്ദേഹം ജനപ്രതിനിധിയായി സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് നിലപാട് എന്നുള്ള ഒരു ഗ്രൂപ്പ് തർക്കങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകാൻ വളരെ ആവശ്യമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. താങ്കൾക്ക് എങ്ങനെയാണ്? ഇത് അങ്ങനെയല്ല വിഷ്ണു. ഇപ്പോൾ ഗ്രൂപ്പ് തർക്കം എന്നതിൽക്കുപരി ഈ ഒരു സംഘടനയെ കൃത്യമായി നയിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് നല്ല കാര്യമല്ലേ? അപ്പോൾ അത് എല്ലാ പാർട്ടിക്കകത്തും എടുത്തു പോകുന്നൊരു നയം തന്നെയാണ്. ഇപ്പം CPM-ൽ പരിശോധിച്ചാലും MV ഗോവിന്ദൻ മാസ്റ്റർ മന്ത്രിയായിരുന്നു. അദ്ദേഹം സംസ്ഥാന പദവിയിലേക്ക് വരുമ്പോൾ, നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ മന്ത്രി സ്ഥാനം ഒഴിയുന്നൊരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഇത് പാർട്ടികളിൽ അല്ലെങ്കിൽ സംഘടനകളിൽ ഇത് പതിവായിട്ടുള്ളൊരു കാര്യമാണ്. പാർട്ടിയെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനായി നേതാക്കൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ ഇതിൽ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം. ഓക്കെ, പക്ഷേ ഈ ഞാൻ പറയട്ടെ, ഇപ്പൊ ജനപ്രിയരായ KM ഷാജിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ നിരവധി ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് യുവജനങ്ങൾ ഈ മുസ്ലിം ലീഗിലേക്ക് വരുന്നതും അല്ലെ, അതിന് അവരുടെ പ്രവർത്തനങ്ങൾ തന്നെ മതിയാവില്ലേ? പക്ഷെ ഇവരുടെ നിലപാടുകൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അത്തരത്തിൽ നിലപാടുകൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവും സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അംഗീകരിക്കുന്നൊരു നിലയുണ്ടായി, സംസ്ഥാന ഘടകങ്ങൾ. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം, സർക്കാരും പാർട്ടിയും തമ്മിൽ ഏകോപനം ഉണ്ടായില്ല എന്നുള്ളത്. പരിശോധിക്കാൽ സർക്കാരും പാർട്ടിയുമായിട്ട് നിൽക്കുന്നവരൊക്കെ തന്നെയും ഒരാളുകളാണ്, അല്ലെങ്കിൽ ഏകദേശം ഒരേ ആളുകളാണ്. അവിടെ ഏകോപനം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇവിടത്തെ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെയൊന്നും നമുക്ക് പ്രവചിക്കാനായിട്ട് പറ്റുകയില്ല. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലൊരു സംഘടനാ സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈമർ ആയിട്ടുള്ളൊരു മെമ്പർ ഒരു സംഘടനയെ നയിക്കാനായി നേതൃപദവിയിലുണ്ടെങ്കിൽ ആ പാർട്ടി കൂടുതൽ ചട്ടക്കൂടിൽ ഒതുങ്ങിക്കൊണ്ട് നല്ല കൃത്യമായ ഒരു പാർട്ടി പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കുമെന്നാണ്. ഇപ്പൊ ഫാത്തിമ തഹ്ലിയെ പോലുള്ള യുവ നേതാക്കൾ ഇവിടെ പാർട്ടിയുടെ നേതാവായി ഇവിടെ പേരാമ്പ്രയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഇവിടെ നിരവധി ഉത്തരവാദിത്തങ്ങൾ മുസ്ലിം ലീഗിന്റെ വഹിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ അവരെയൊക്കെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അതാ ഒരു യുവത്വത്തോട് കാണിക്കുന്ന, അല്ലെങ്കിൽ അവരോട് തന്നെ കാണിക്കുന്ന, അല്ലെങ്കിൽ ജനപ്രതിനിധിയായി ഇനി നിങ്ങൾ പാർട്ടിയുടെ ഒരു ഭാഗമാകണ്ട, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭാഗം ആകണ്ട, നിങ്ങൾ ആ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, അത് അവരോട് കാണിക്കുന്ന ഒരു നീതി നിക്ഷേപമായിട്ട് എനിക്ക് തോന്നുന്നു. നോക്കൂ വിഷ്ണു, ഇതില് ജനപ്രതിനിധികളെ സ്വതന്ത്രമായി വിടുക എന്നുള്ളതല്ലേ ഇപ്പൊ മുസ്ലിം ലീഗ് ഈ തീരുമാനം നടപ്പിലാക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് അവരുടേതായിട്ടുള്ള കുറേയധികം തിരക്കുകളുണ്ട്. അപ്പം സംഘടനയെ കരുത്തോടെ നയിക്കുന്നതിന് നല്ലൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോയും വേണം. ഇത് രണ്ടും പലർക്കും ബാലൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധി MLA എന്ന നിലയ്ക്ക് മിക്കവാറും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ ഉണ്ടാവണം. തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനം അല്ലെങ്കിൽ നിയമസഭാ യോഗങ്ങളൊക്കെ ഒഴിച്ചാൽ മിക്കവാറും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ നിൽക്കേണ്ട ആളുകളാണ് ഈ MLA-മാർ. ഇപ്പോൾ മരണം നടക്കുമ്പോൾ, കല്യാണം നടക്കുമ്പോൾ, പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സർക്കാർ ചടങ്ങുകൾ, പുതിയ കെട്ടിട നിർമ്മാണമോ അല്ലെങ്കിൽ ഉദ്ഘാടനമോ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളൊക്കെ ഇവർ അവിടെ വേണം, നമ്മുടെ നാട്ടിൽ വേണം. പൊതുവെ MLA-മാരായിരിക്കെ നാട്ടിൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ
അവർ അടുത്ത വർഷത്തേക്ക്, അടുത്ത 5 വർഷത്തെ ഇലക്ഷൻ ഇവർ തന്നെ നിൽക്കുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറ മണ്ഡലത്ത് കെ ബാബുവിനോടൊപ്പം സ്വരാജ് മത്സരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ പല മാധ്യമങ്ങൾക്കൊക്കെ ഞാൻ കണ്ടൊരു വാർത്ത, കല്യാണങ്ങൾക്ക് വിളിച്ചാൽ വരില്ല, മരണ വീട്ടിൽ വരില്ല. അപ്പോൾ ജനങ്ങൾ ഒരു പക്ഷേ അവരോടൊപ്പം നിൽക്കുന്നൊരു നേതാവിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നേതാവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, ജനപ്രതിനിധി എന്ന നിലയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുകയുള്ളൂ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നല്ല എന്താ പറയുക, അച്ചടക്കത്തോടെയുള്ള ഒരു കൃത്യമായൊരു വർക്ക് ഫ്ലോ അവർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് കൂടുതൽ അവരെ ജനകീയരാക്കുകയാണ്. ഒരു പാർട്ടിയിൽ നിന്ന് ഒതുങ്ങി ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കൂടുതൽ ശ്രദ്ധ അവരിലേക്ക് എത്തുകയാണ്. അത് പിന്നെയും അവരുടെ അടുത്ത ഇലക്ഷനിലേക്ക് ഇവർ തന്നെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അത് അവരെ കൃത്യമായി സഹായിക്കുമെന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ഇപ്പൊ യുവജനങ്ങൾ ആണ് ഇവിടെ വരുന്നതെങ്കിൽ വളരെ ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത, മുൻപരിചയമില്ലാത്ത ഒരാളാണ് മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തേക്ക് ഇപ്പോൾ വരുന്നതെങ്കിൽ അത്തരം ആളുകൾ എടുക്കുന്ന നിലപാടുകൾ അത് ആ പാർട്ടിയെ ദോഷത്തിലേക്ക് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു വിളർച്ചയിലേക്ക് നയിക്കാൻ സാധ്യതയില്ലേ? പ്രവർത്തനത്തിന്, ഒരാളുടെ ഒരു പ്രവർത്തനത്തിന് പ്രായം ഒരു പരിധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 20 വയസ്സുള്ള ആൾക്കും 60 വയസ്സുള്ള ആൾക്കും ഒരേ കേപ്പബിലിറ്റി ഉള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ ശരിയാണ്, അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. പൊളിറ്റിക്കൽ എന്തെങ്കിലും ഒരു ഇൻകൺസിസ്റ്റൻസീസ് ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ മറികടക്കാനുള്ള എക്സ്പീരിയൻസ് അവർക്കുണ്ടാകും, യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു സംഘടനയെ നയിക്കാൻ, ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പറയുന്ന പ്രായം ഒരു തടസ്സമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ മന്ത്രിമാരും അല്ലെങ്കിൽ MP-മാരും ഒന്നും സ്ഥാനമൊഴിയുന്നില്ല. ഇപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ തന്നെയും സ്ഥാനങ്ങൾ വഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ നേതൃസ്ഥാനത്തുണ്ട്. അപ്പോൾ ഇവർ കൂടുതൽ ജനകീയരാകുന്നു. അതായത് ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് അവർക്ക് സ്വതന്ത്രമായി പാർട്ടി പദവിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, കൂടുതൽ ജനകീയനാക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഫാത്തിമ തഹലിയ യൂത്ത് ലീഗുമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫാത്തിമ തഹലിയുടെ ഒഴിവ് വന്നു കഴിഞ്ഞാൽ അവിടെ പുതിയൊരു അവസരം ഒരാൾക്കും കൂടെ വരിക. സ്വാഭാവികമായിട്ടൊരു വനിതയാണ്, ഒരു പുതിയൊരു വനിത ആ സ്ഥാനത്തേക്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ അണികൾക്ക് മുന്നേറ്റം ഉണ്ടാവുകയാണ് ഇതും കൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം കുറേ പേരിലേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ചു പേരിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് മാറി ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തിട്ടെങ്കിൽ അവർ സ്വതന്ത്രമായി നിൽക്കട്ടെ, അവിടെ അവർ വഹിച്ചിരുന്ന പാർട്ടി സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള നയം മുസ്ലിം ലീഗ് സ്വീകരിച്ചതിനെ ഒരു സ്വാഗതപൂർവ്വം ഞാൻ കാണുകയാണ്. ഇവിടെ പുനഃസംഘടനയൊക്കെ രൂപീകരിക്കുകയാണ്. അപ്പോൾ പുനഃസംഘടനാപരമായിട്ട് പാർട്ടിയുടെ നേതൃത്വം മുന്നോട്ട് തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോൾ, പുതിയ നേതൃത്വങ്ങൾ വരുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെയായിരിക്കും അവർ ആ ഒരു മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണാം.